ഇന്നലത്തെ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള കളി തോറ്റു കഴിഞ്ഞപ്പം ആ കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനും അവരുടെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു അടിയായിട്ടാണ് തോന്നിയത്. കാരണം അവരിറങ്ങി ഗ്രൗണ്ടിലേക്ക് നിന്ന് കഴിഞ്ഞാൽ എന്തോ കളി ജയിക്കുമെന്ന രീതിക്കൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഓൾറെഡി ചാമ്പ്യന്മാരായി, അത് ചാമ്പ്യന്മാർ എന്ന രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ബാക്കി ടീമുകളോടും അവരുടെ മൊത്തത്തിലൊരു അവരുടെ ആറ്റിറ്റ്യൂഡിലും അതുണ്ടായിരുന്നു. അതിന് കിട്ടിയൊരു അടിയായിട്ടാണ് എനിക്ക് ഈ കളി കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇന്ത്യയുടെ ഫസ്റ്റ് മാച്ച് USA ആയിട്ട് കണ്ടപ്പോൾ തൊട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഈ കളിയിലും ഈ ടീമിലും ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല. കാരണം ഓരോരുത്തരുടെ പെർഫോമൻസ്, ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ടീം ശരിക്കും ഇവിടെ വരെ എത്തിയത്. ഇപ്പോൾ ആദ്യ മാച്ച് നോക്കുകയാണെങ്കിൽ USAക്കെതിരെ സൂര്യകുമാർ യാദവ് നല്ല രീതിയിൽ ഫോമായി, അതുകൊണ്ട് നമ്മളൊരു നല്ല സ്കോറിലെത്തി. ഇപ്പോൾ സെക്കൻഡ് മാച്ച് നോക്കുകയാണെങ്കിൽ അതിനുശേഷം നമീബിയായിട്ട് നമ്മുടെ ഇഷാൻ കിഷൻ ഫോമായി, അതിനുശേഷം ഒന്ന് ഡൗൺ ആയി. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഒന്ന് സ്കോർ ചെയ്തു. നെതർലൻഡ്സുമായിട്ട് ശിവൻ ദുബെ സ്കോർ ചെയ്തു. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ സ്കോർസിന്റെ മികവിലാണ് ഇന്ത്യ ഒരു നല്ല സ്കോറുകളിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഓപ്പണിങ്ങിലും മിഡിൽ ഓർഡറിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ വിന്നിംഗ് ടീമിനെ കോമ്പിനേഷൻ പൊളിക്കാതെ നമ്മൾ സൂപ്പർ എയ്റ്റിലേക്ക് വന്നു. സൂപ്പർ എയ്റ്റിൽ വന്നപ്പം നല്ലൊരു ടീമിന്റെ മുന്നിൽ പോയി പെട്ടപ്പോഴാണ് ഇതിന്റെ ഇഷ്യൂസ് എല്ലാം പുറത്തു വരുന്നത്. അവർ ശരിക്കും നമ്മുടെ വീക്ക്നെസ്സുകൾ നോക്കി തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ബോൾ ചെയ്തത്. സൂര്യകുമാർ യാദവ് കൊണ്ടൊക്കെ ബോൾ ചെയ്തത് ഒരു രീതിയിലും പേസ് കൊടുക്കാത്ത രീതിയിലാണ് ബോളിംഗ് നടന്നത്. അപ്പം സൂര്യകുമാറിന്റെ ഷോട്ടുകൾ ഒന്നും കളിക്കാൻ സൂര്യകുമാറിന് സാധിച്ചില്ല. അതുപോലെ ഇനിയിപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിലും സിംബാബ്വെ ആണെങ്കിലും സെയിം വേ ഇന്ത്യയുടെ എല്ലാ പ്ലേയേഴ്സിനെയും പഠിച്ചിട്ട് തന്നെയായിരിക്കും ബോൾ ചെയ്യാൻ വരിക. അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ഡൗട്ട്. കാരണം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താൻ ആണല്ലോ നമ്മൾ ബെഞ്ചിൽ ആൾക്കാരെ ഇരുത്തിയേക്കുന്നത്. അതുപോലെ തന്നെ അക്സർ പട്ടേലിനെ ടീമിൽ നിന്ന് മാറ്റിയിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്തതിൻ്റെ ഒരു ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അത്യാവശ്യം കളിച്ചുകൊണ്ടിരുന്ന അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും അക്സറിന്റെ അത്രയും ഒരു പെർഫോമർ ആണോ ഈ പറയുന്ന വാഷിംഗ്ടൺ സുന്ദർ? എനിക്കറിയില്ല എന്താണ് ഇതിന്റെ പിന്നിലെ തീരുമാനത്തിന്റെ രഹസ്യം എന്നൊക്കെ. ഇനിയിപ്പം നെക്സ്റ്റ് മാച്ചിൽ ബുംറേനെ മാറ്റി ബുംറയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ ഇറക്കുമോ കോച്ച് എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അതുപോലത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഒരു കുറച്ച് വ്യഗ്രത കാണിക്കുന്ന ആളാണ് നമ്മുടെ ഗൗതം ഗംഭീർ. കഴിഞ്ഞ ദിവസം സൂര്യകുമാർ യാദവിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഈ മാച്ചിന് മുന്നേ ആയിട്ട്. അപ്പം അതിൽ സൂര്യകുമാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് പക്ക കാണായിരുന്നു. കാരണം നമ്മൾ ഇതിനു മുന്നേ ക്യാപ്റ്റൻസിനെ കണ്ടിട്ടുണ്ട്, വിരാട് കോഹ്ലി, MS ധോണി, രോഹിത് ശർമ്മ. പക്ഷെ ഇവരൊക്കെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുന്ന രീതിയും സൂര്യകുമാർ കഴിഞ്ഞ ദിവസം സംസാരിച്ച രീതിയും കാണുമ്പോൾ തന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ചോദ്യം ചോദിക്കുന്നവരെ പക്ക കളിയാക്കുന്ന രീതിയിലുള്ള മറുപടികളായിരുന്നു സൂര്യകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇപ്പം അഭിഷേക് ശർമ്മയുടെ ഫോമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സൂര്യകുമാർ പറഞ്ഞത് അഭിഷേക് ശർമ്മയുടെ ഫോമിനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരെ കുറിച്ചാണ് സൂര്യകുമാറിന്റെ ടെൻഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അഭിഷേക് ശർമ്മ ഫേസ് ചെയ്യാൻ പോകുന്ന ബോളേഴ്സിനെ ഓർത്ത് സൂര്യകുമാറിന് സഹതാപം തോന്നുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഇന്നലത്തെ മാച്ചിൽ കണ്ടു എന്താണ് സഹതാപം എന്നൊക്കെ. അതുപോലെ ആകെ ഒരു നല്ല കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ 4 മാച്ച് ആയപ്പോഴത്തേക്കും 4ാമത്തെ മാച്ചിലെങ്കിലും അഭിഷേക് ശർമ്മ കുറച്ച് റൺസ് എടുത്തു. ഡെക്ക് എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് റൺസ് ബോർഡിൽ കണ്ടു. അതുപോലെ തിലക് വർമ്മയുടെ ഫോമിനെ കുറിച്ചും സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ടീം പറഞ്ഞിട്ടാണ് അങ്ങനെ കളിക്കുന്നത്, അല്ലാതെ അടിക്കാൻ അറിയാനായിട്ടല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ തിലക് അത് അങ്ങനെ തന്നെ കളിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു, 158 ചേസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ത്യൻ്റെയോടുകൂടി കളിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ തിലക് ഔട്ടായി. അപ്പോൾ ഈ തിലക് ശരിക്കും പറഞ്ഞാൽ ടീമിലേക്ക് പരിക്ക് മാറി വന്നപ്പോൾ തൊട്ട് നമുക്കൊരു ആള് ഫുള്ളി ഫിറ്റാണോ, പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയോ എന്നുള്ള ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ മാച്ചുകളിലെല്ലാം കറക്റ്റായിട്ട് കാണാനും പറ്റും. ഇന്നലത്തെ തോൽവിയോടുകൂടി ഇന്ത്യക്കുണ്ടായ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റൺ റേറ്റ് തന്നെയാണ്. -3.88 ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റൺ റേറ്റ്. ഇനിയുള്ള 2 കളികളും ബിഗ് മാർജിനിൽ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിലേക്ക് ഇനി ഒരു പ്രതീക്ഷയുള്ളൂ. കാരണം ചെറിയ ജയങ്ങൾ പോരാ, ചെറിയ ജയങ്ങൾ വന്നാൽ പോലും ഇന്ത്യക്ക് 4 പോയിന്റേ ആവുള്ളൂ. ഇനിയുള്ള കളികളിൽ 70-75 റൺസിനൊക്കെ വെച്ചാലും ജയിച്ചാലാണ് ഇന്ത്യക്ക് റൺ റേറ്റ് ഉയർത്തി 2ാം സ്ഥാനത്തിലെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ.